നാഗാലാൻഡിലെ മോൺ പട്ടണത്തിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. കുട്ടികൾ ഉൾപ്പെടെ 8 പേർ മരിച്ചതായാണ് സംശയം. ഡിഫൻസ് കോളനിയിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 13 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. 4 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തതായും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണെന്നും മോൺ ഡെപ്യൂട്ടി കമ്മീഷണർ വെനിയേയ് കൊന്യാക് അറിയിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ സേന, ജില്ലാ പോലീസ്, അസം റൈഫിൾസ്, പ്രദേശവാസികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. തുടർച്ചയായ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ചെരിവുകളും ശക്തമായ വെള്ളപ്പാച്ചിലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. മോൺ പട്ടണത്തിന്റെ മറ്റു ഭാഗങ്ങളിലും നിരവധി മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. നദീതീരത്തെ രൂക്ഷമായ മണ്ണൊലിപ്പ് സമീപത്തെ നിരവധി വീടുകൾക്കും ഭീഷണിയായിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 74,000 രൂപ വീതവും അടിയന്തര ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി നെയ്ഫ്യൂ റിയോ പ്രഖ്യാപിച്ചു. നാഗാലാൻഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത പ്രതികരണ സേന, പോലീസ്, അസം റൈഫിൾസ്, പ്രദേശവാസികൾ എന്നിവർ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. NPP നാഗാലാൻഡ് പ്രസിഡന്റും MLAയുമായ എൻയാംനെയ് കൊന്യാക് മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചു. ദുരന്ത ബാധിതർക്ക് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ചെരുവുകളിൽ നിന്നും നദീതീരങ്ങളിൽ നിന്നും ആളുകൾ മാറി നിൽക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സാഹചര്യം സുരക്ഷിതമായ ശേഷം നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.